ബുദ്ധിമുട്ടുകളിൽ നിന്ന് താൻ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയും അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുകയും അതിനു വേണ്ടിയിട്ട് അയാളുടെ ഡെഡിക്കേഷൻ അയാൾ ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി വലിയൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് വലിയൊരു സ്റ്റാറായ വ്യക്തിയൊന്നുമല്ല. ഉണ്ണിമുകുന്ദൻ താഴേക്കിടയിൽ നിന്ന് വന്ന് ഉയർന്നു വരാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തിയാണ്. അതിനു വേണ്ടിയിട്ട് തൻ്റെ ലൈഫ് ഫുള്ളായിട്ട് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി, മാളികപ്പുറം സിനിമ നല്ലൊരു വിജയമായിരുന്നു. ആ മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദനെ ആ മാളികപ്പുറം സിനിമ വന്നപ്പോഴും കളിയാക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നുള്ളത് നമ്മൾ മറക്കരുത്. ഒരു വ്യക്തിയെ, ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അവഹേളിക്കുന്ന പോലെ തന്നെ ഉണ്ണിമുകുന്ദനെ ജാതി പറഞ്ഞിട്ട് അവഹേളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടനെ ഈ സംഖ്യയാണ്, ചാണകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രീതിയിൽ വിമർശനങ്ങൾ വന്നു. അത് ഒരു പരിധി വരെ മാറ്റാൻ ഈ പറയുന്ന മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ സഹായകമായി. പിന്നീട് അതിനുശേഷം ഉണ്ണിമുകുന്ദൻ വീണ്ടും വന്നൊരു പടമാണ് മാർക്കോ. ഉണ്ണിമുകുന്ദൻ്റെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചീത്തപ്പേരുകളും അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ പറ്റി ചുറ്റിപ്പറ്റി നിന്നിരുന്ന എല്ലാ വിമർശനങ്ങളും അപ്പാടെ മാറ്റാനായിട്ട് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ വളരെയധികം സഹായിച്ചു എന്നുള്ളൊരു കാര്യവും വസ്തുതയാണ്. അപ്പോൾ